ഹലോ, എല്ലാവർക്കും ഫാമിലി വണ്ണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫിഷ് മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോയപ്പോഴാണ് നമ്മൾ ഈ മീൻ കണ്ടത്. ഈ മീൻ വഞ്ചി മറിച്ചിടാൻ വരെയും കേപ്പബിലിറ്റി ഉള്ളൊരു മീനാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേര് കാളാഞ്ചി എന്നാണ് കേട്ടോ. ഈ മീനെ പറ്റി പറയാനാണെങ്കിൽ അപാര രുചിയാണിതിന്. പക്ഷേ എന്ത് ചെയ്യാനാ, രുചി ഉള്ളത് കൊണ്ട് തന്നെ നല്ല റേറ്റുമാണ്. പക്ഷെ റേറ്റ് ഉണ്ടെങ്കിലും ആൾക്കാരത് വാങ്ങും, കാരണം അതിൻ്റെ ടേസ്റ്റ് അത്രയും സൂപ്പറാണ്. പിന്നെ ഈ ചെമ്മീക്കെട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ മീനാക്കിയിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചു മാറ്റും, കാരണം ഈ മീനിൻ്റെ പ്രധാന ഭക്ഷണം ചെമ്മീനാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സൈസ് ആവുന്നൊരു മീനാണ്. അത്യാവശ്യം നല്ല സൈസ് ആവും. പക്ഷെ ഇതിപ്പോൾ ഏകദേശം 3 കിലോയേ ഉള്ളൂ. പക്ഷെ ശരിക്കും ഈ മീൻ അത്യാവശ്യം വലുതാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഈ മീൻ ഇവിടെ വല്യപ്പച്ചയുടെ കെട്ടിലുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അന്ന് കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വല്യപ്പച്ചയുടെ കെട്ടിന്നാണ് ഞണ്ടിന്റെ വീഡിയോയിൽ ആ ഞണ്ട് വല്യപ്പച്ചയുടെ കെട്ടിന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തെരണ്ടിയുടെ വീഡിയോയിലും ആ തെരണ്ടി വല്യപ്പച്ചയുടെ കെട്ടിന്ന് തന്നെയാണ്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ അത് പോയി കാണാൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പക്ഷെ ആ മാർക്കറ്റിൽ ക്ലീൻ ചെയ്യുന്ന ആ ചേട്ടൻ നല്ല വൃത്തിക്കും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും എന്നാൽ ഫാസ്റ്റായിട്ടും അടിപൊളിയായിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മീൻ വാങ്ങിയത് വൈപ്പിൻ മാർക്കറ്റിൽ നിന്നാണ്. അത്യാവശ്യം നല്ല ഫ്രഷും നല്ലതുമായിട്ടുള്ള മീൻ നമുക്ക് വൈപ്പിൻ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അപ്പൊ അതേ ആ ചേട്ടൻ നമ്മുടെ കാളാഞ്ചി സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി കട്ടിങ്ങും കൂടി കഴിഞ്ഞ് നമുക്ക് ഇനി മീൻ വീട്ടിൽ കൊണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിന്നറിന് കാളാഞ്ചിക്കറിയാണ്. കറി വെക്കണോ വറക്കണോ എന്ന് വീട്ടിൽ ചെന്നിട്ട് അമ്മ വേണം തീരുമാനിക്കാൻ. പക്ഷെ എന്നാലും കാളാഞ്ചി വെച്ചിട്ടുള്ളൊരു സംഭവം ആയിരിക്കുള്ളൂ ഇന്നത്തെ ഡിന്നറിന്. നല്ല സ്ലൈസസ് ആയിട്ടാണ് നമ്മുടെ കാളാഞ്ചിനെ ആ ചേട്ടൻ മുറിക്കുന്നത് കേട്ടോ. ഒരു മീനിന്ന് തന്നെ ഏകദേശം 8-10 പീസസോളം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ, 8-10 പീസോളം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയില് കാളാഞ്ചിനെ എങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാനും പിന്നെ കാളാഞ്ചിനെ കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ മീൻ മാർക്കറ്റിൽ പോയപ്പോ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ചേട്ടൻ ക്ലീൻ ചെയ്യുന്നതും പിന്നെ ഈ മീനിന്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ കേട്ടപ്പം അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.